ഒരു പെൺകുട്ടി മൃഗീയമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോൾ അവളുടെ നിലവിളി കേൾക്കാത്ത ദൈവം നമ്മൾ പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുമെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഞാനിത് ഇന്ന് രാവിലെ എൻ്റെ ഇൻസ്റ്റഗ്രാം തുറന്ന സമയത്ത് ഞാൻ വായിച്ച ഒരു കോട്ടാണ്. ഞാനൊരു നിരീശ്വരവാദി ഒന്നുമല്ല, പക്ഷെ ഞാനത് വായിച്ച സമയത്ത് ഞാൻ ഒരുപാട് നേരം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എനിക്കൊരു ആൻസർ ഉണ്ടായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്ക്. സോഷ്യൽ മീഡിയയിൽ റീസെൻ്റ്ലി കുറേ ഷെയർ ചെയ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇപ്പോൾ പറയുന്ന പോലെ ഇപ്പോൾ നിരീശ്വരവാദിയായിട്ടുള്ള ആളുകളല്ല ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ ആളുകളുടെ വിശ്വാസികളായിട്ടുള്ള പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു തോട്ടായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും പല രൂപത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പല പ്രയാസങ്ങളിൽ അതുകൊണ്ട് എന്തുകൊണ്ട് ദൈവം ഇടപെടുന്നില്ല, ഇവിടെ ഇടപെടാൻ പറ്റാത്ത ദൈവം എങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക, ഇങ്ങനെയുള്ള ഈ ഒരു തോട്ട് പല രൂപത്തിൽ അത് നിരീശ്വരവാദത്തിന്റെ ഒരു പക്ഷത്ത് നിന്ന് വരുന്നതായിട്ടല്ല നമ്മൾ കാണേണ്ടത്. വിശ്വാസികൾ തന്നെ അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നതായിട്ടോ എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് പോകുന്നതായിട്ടാണ്. ഇവിടെ നമ്മൾ ഈ ചോദ്യത്തിൽ ഉള്ളൊരു ഒരു ബേസിക് പ്രശ്നമായിട്ട് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു നമ്മളൊന്ന് തിരുത്തേണ്ടതോ അല്ലെങ്കിൽ ഒന്ന് പുനരാലോചിക്കേണ്ട ഒരു കാര്യമായിട്ടുള്ള മനസ്സിലാക്കുന്നത് വെച്ചാൽ, നമ്മൾ ദൈവം ഇടപെടാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണല്ലോ നമ്മൾ പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലേക്ക് നമുക്ക് ഫീൽ വരുന്നത്. അവിടെ നമ്മൾ ആക്ച്വലി ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് ദൈവം എന്താണോ ദൈവത്തെ പറ്റി പറഞ്ഞതെന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ശരിക്കും അങ്ങനെ തന്നെയാണോ, ഈ സംശയം വന്ന ആളുകളൊന്ന് റീതിങ്ക് ചെയ്ത് വെക്കുക. ശരിക്കും ദൈവത്തെ പറ്റി ദൈവം പറഞ്ഞതനുസരിച്ച് വെച്ച് മനസ്സിലാക്കി ആ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെയാണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതോ ചില കഥകളിൽ നിന്ന് കേട്ട ചില അത്തരത്തിലുള്ള ചില വാമൊഴികളിൽ നിന്ന് കേട്ട അങ്ങനെ മനസ്സിലാക്കിയ ദൈവം, അങ്ങനെ നമ്മളുടെ മനസ്സിൽ കയറി കിടക്കുന്ന ദൈവം, ആ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഇതിൽ ഏതിലാണ്? കാരണം ഈ പറഞ്ഞ ഒരു, അതായത് കഥകളിൽ പറഞ്ഞ ദൈവം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ദൈവവിശ്വാസം ഒരുപാട് ആളുകളിൽ പല രൂപത്തിലായിരിക്കും അവർ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. കൂടുതൽ ആളുകളും ദൈവത്തെക്കുറിച്ച് അറിയുന്നതൊക്കെ ചെറുപ്പത്തിലുള്ള ഈ പിന്നെ ബാലരമയിലും ബാലഭൂമിയിലൊക്കെ വരുന്നതും വരം തരുന്ന ദൈവം, അതെ അതേപോലെ തന്നെ പല കഥകളിലും കഥാപുസ്തകങ്ങളിൽ അതേപോലെ തന്നെ അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൊക്കെ ഉള്ള ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ വിളിക്കുമ്പോൾ നേരെ വന്ന് ഇടപെട്ട് അപ്പം തന്നെ പ്രത്യക്ഷപ്പെട്ട് അപ്പം തന്നെ കാര്യം തീർപ്പാക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ കഥകളിൽ കേട്ടിട്ടുള്ള വായിക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അത് വെച്ചിട്ട് ഈ ചോദ്യം വളരെ വാലിഡ് ആണ്. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ശരിയാണ്. അപ്പൊ തന്നെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീ അപ്പൊ തന്നെ ദൈവം രക്ഷിക്കണം, പ്രയാസപ്പെടുന്ന ഒരാൾ അപ്പൊ തന്നെ പ്രയാസം മാറ്റി കൊടുക്കണം, ദാരിദ്ര്യം കണ്ട അപ്പൊ തന്നെ തീർത്തു കൊടുക്കണം, അങ്ങനെയുള്ള ദൈവമാണെങ്കിൽ, പക്ഷെ ശരിക്കും അതായത് മതം പറയുന്ന ദൈവം അല്ലെങ്കിൽ യഥാർത്ഥ ദൈവം അല്ലെങ്കിൽ അൽ ഇലാഹ് നമ്മൾ പറയില്ല, ഒരു സാക്ഷാൽ ആരാധ്യൻ സർവേശ്വരൻ എന്ന് നമ്മൾ പറയുന്ന ആ ദൈവത്തെ യഥാർത്ഥ പ്രമാണങ്ങൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഈ പറഞ്ഞ പോലെ ദൈവം എന്താണ് ദൈവത്തെ പറ്റി പറയുന്നത്, ദൈവം എന്താണ്, ദൈവത്തിന്റെ ഇന്റർവെൻഷനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും അപ്പപ്പോ ഇടപെടും ഞാൻ എന്നാണോ പറഞ്ഞത്? എന്ത് വിഷയം ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഇടപെട്ട് തീർക്കും എന്നുവെച്ചാൽ ഈ ലോകത്ത് നീതി അപ്പപ്പോൾ ഞാൻ നടപ്പിലാക്കും എന്നാണോ ദൈവം പറഞ്ഞത്? അതല്ല, ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് പിന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അനീതികളും നിറഞ്ഞ ലോകമാണെന്നും ആത്യന്തികമായ നീതിക്ക് വേണ്ടി ഒരു യഥാർത്ഥ ലോകത്തെ ഞാൻ സംവിധാനിച്ചിട്ടുണ്ട് എന്നാണോ ആ ദൈവം പറഞ്ഞത്? അവിടെ അങ്ങനെ ഒരു ദൈവമാണെങ്കിൽ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. അതായത് ദൈവം പറയുന്നത് ഇവിടെ തന്നെ ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നീതി പൂർത്തീകരിക്കുന്നുള്ളതാണെങ്കിൽ ശരിയാണ്, പ്രസക്തമാണ്, നമ്മൾ ആ ചോദ്യത്തിന് ഒപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെ ദൈവം എന്നുള്ളത്? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഥകളിലുള്ള ദൈവം പോലെ അവതരിക്കുന്ന ഒരു മായാവി പോലെ ഒരു അത്തരത്തിലൊരു സൂപ്പർ ഹീറോ പോലെ വരുന്ന ദൈവമാണെങ്കിൽ, അങ്ങനെയാണ് ദൈവത്തെ പറ്റി പറയുന്നതെങ്കിൽ ശരിയാണ്. എവിടെയാണ് ദൈവം എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ദൈവത്തെ നമ്മൾ കാണുന്നില്ല എന്നുള്ളത് വളരെ വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷെ ദൈവത്തെ പറ്റി അങ്ങനെയാണോ പറയുന്നത്? ദൈവത്തെ പറ്റി പറയുന്നത് എന്താ? നിങ്ങൾ പ്രാർത്ഥനകൾ അപ്പോൾ ആ മൊമെന്റിൽ ആ പ്രാർത്ഥനകൾ അതുപോലെ നടപ്പിലാക്കി തരുന്ന, അല്ലെങ്കിൽ ഇവിടെ തന്നെ നീതി പൂർത്തീകരിക്കുന്ന അങ്ങനെ ഒരാളായിട്ടല്ല ദൈവത്തെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവം പറയുന്നത് ഇപ്പോൾ പ്രാർത്ഥനകൾ, നീതിയുടെ വിഷയം പറഞ്ഞു, നീതി പൂർത്തീകരിക്കുന്നത് പരലോകത്താണ്. ഇവിടെ എല്ലാം നീതി പൂർത്തീകരിക്കുന്നതായിട്ട് അവതരിപ്പിക്കുന്നത് ഇവിടെ പരീക്ഷണത്തിൻ്റെ ലോകമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ പരീക്ഷണത്തിൻ്റെ ലോകത്ത് ഒരുപാട് അവസരങ്ങൾ നൽകുന്നു, നന്മ ചെയ്യാനും തിന്മ ചെയ്യാനൊക്കെയുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. ആ നന്മ തിന്മകൾ ചെയ്തതിന് അവസാനം ശേഷം വളരെ ചെറിയൊരു ലോകത്തിന്, ആ ലോകത്തെ പരീക്ഷണത്തിന് ശേഷം വലിയൊരു പരലോകം, അറ്റല്ലാത്തൊരു പരലോകം വരുന്നു. ആ പരലോകത്ത് വിചാരണ നടക്കുന്നു. അവിടെയാണ് ആത്യന്തികമായിട്ട് നീതി പൂർത്തീകരിക്കുന്നത്. അവിടെ ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുക അല്ല എന്ന് പറഞ്ഞു. ഇനി പ്രാർത്ഥനയുടെ വിഷയം ദൈവം പറയുന്നു 3 തരത്തിൽ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നു പറയുന്നു. ഒന്ന്, നിങ്ങൾ ചോദിച്ച കാര്യം അതേപോലെ തരും. 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ച കാര്യം ഇതേപോലെ തരില്ല, അതിന് പകരം ഒരു തിന്മ ഒഴിവാക്കി തരുമെന്ന് പറയുന്നു. 3ാമത്തെ പ്രാർത്ഥനയുടെ സ്വീകാര്യത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സംഭവിക്കില്ല, പകരം ഈ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമായിട്ട് പരലോകത്തൊരു റിവാർഡ്, ഒരു പ്രതിഫലം നൽകുന്നു എന്ന് പറയുന്നു. ഇതിൽ
ആദ്യം തന്നെ എടുക്കാം, പ്രാർത്ഥിച്ച കാര്യം അതുപോലെ തരാമെന്ന് പറഞ്ഞു. ആ വിഷയം പോലും പടച്ചോൻ പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനമായിട്ട് പറയുന്നത് നമുക്ക് വളരെ മിറാക്കുലസ് ആയിട്ടുള്ള ഒരു പ്രപഞ്ച നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള ഇടപെടലായിട്ടല്ല. അത്തരം ഇടപെടലുകൾ വേറെ ആയിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതിന് വേറെ തന്നെ കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. സ്വാഭാവികമായ പ്രാർത്ഥനകളുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പ്രപഞ്ചാതീതമായിട്ടുള്ള ഇടപെടലുകളല്ല. പ്രപഞ്ചത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു സംവിധാനമായിട്ട് ദൈവം എന്താണോ അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്, ആ ക്രമീകരിച്ച സംവിധാനത്തിനുള്ളിൽ എന്ത് ചെയ്യും, പടച്ചോൻ നമ്മളെ സഹായിക്കും. അതിനുള്ള രീതി, ഒരു വഴി, ഒരു സംവിധാനം നമുക്ക് ഒരുക്കി തരും. അതായത് ഞാനിപ്പം എനിക്ക് നല്ല ജോലി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഈ പ്രാർത്ഥനയുടെ രൂപം 3 ഉത്തരം കിട്ടുന്ന 3 രൂപം പറഞ്ഞു. ഒന്ന്, എനിക്കത് അതേപോലെ കിട്ടുക. രണ്ടാമത്തത്, എനിക്ക് അത് അതേപോലെ കിട്ടൂല, പക്ഷെ വേറെ എന്തെങ്കിലും ഒരു തിന്മ എന്നിൽ നിന്നില്ലാതാവോ, പരലോകത്ത് അതിന് പ്രതിഫലം കിട്ടുക. ഇതിൽ ഒന്നാമത്തെ ടൈപ്പ്, അതായത് എനിക്ക് ജോലി തരണേ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കണം എനിക്ക് ജോലി തരണേ. അപ്പൊ തന്നെ എന്തോ ഇവിടെ മൊത്തത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ മിറാക്കൾ സംഭവിച്ചു, പെട്ടെന്ന് ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ കൊള്ളുന്നില്ല. ഞാൻ ഇന്റർവ്യൂ കുറെ എണ്ണം പിന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഷെഡ്യൂൾ ചെയ്തതിൽ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടുന്നു. അതിനുള്ള വഴി പടച്ചവൻ എനിക്ക് എളുപ്പമാക്കി തരുന്നു. ഇതായിരിക്കാം, അതാണ് ആ സിസ്റ്റം. അതായത് പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥ ഉണ്ട്. അതെന്ന് വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പടച്ചവൻ ഉണ്ട്, ദൈവം ഉണ്ട് എന്ന് പറയുമ്പോൾ നിരീശ്വരവാദികൾ പറയുന്ന തരത്തിലല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിരീശ്വരവാദികൾ ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അവരെന്ന് വെച്ചാൽ പടച്ചോൻ ഉണ്ട് എന്ന്, ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലെല്ലാം കൊളാവൂല എന്നല്ല. അതായത് ദൈവം ഇങ്ങനെ ഇടക്കിടക്ക് മിറാക്കുലസ്ലി ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, ഈ നേരത്തെ പറഞ്ഞ കഥകളുടെ ദൈവമാണ് അവർ പറയുന്നത്. പക്ഷെ മതം പറയുന്നത് അതല്ല. ഇതിന് 2 സൈഡിലുള്ള പൊസിഷൻ ഉണ്ട്. നിരീശ്വരവാദികളും പറയുന്നത് ആ കഥകളുടെ ദൈവത്തെ പറ്റിയാണ്. നമ്മൾ ചെറുപ്പത്തിൽ ദൈവത്തെ പറ്റി മനസ്സിലാക്കേണ്ട സമയത്ത് നമുക്ക് അട്രാക്റ്റീവായി നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യപ്പെട്ടതും ആ കഥകളുടെ ദൈവമാണ്. ഇത് രണ്ടും മനസ്സിലാക്കുന്നത് ശരിയല്ല, രണ്ടും ശരിയല്ല മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇതിന്റെ അർത്ഥം ദൈവത്തിന് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല എന്നല്ല. ദൈവത്തിന് ഇന്റർവ്യൂ അതെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്ക് അതീതമായിട്ടും ഇടപെടാൻ ആർക്ക് പറ്റും? പടച്ചോന് പറ്റും. ഹീസ് ക്യാപ്പബിൾ ഓഫ് ഇറ്റ്. പക്ഷേ നിരന്തരമായ അത്തരത്തിലുള്ള ഇടപെടൽ ചെയ്യുമെന്നല്ല പടച്ചോൻ പറഞ്ഞത്. മറിച്ച് പടച്ചോൻ പറഞ്ഞത് ഈ ലോകത്ത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകും. പ്രത്യേകമായൊരു ഖുർആനിലൊക്കെ ഒരു ആയത്ത് തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ധനത്തിലുള്ള നഷ്ടം കൊണ്ട്, നിങ്ങളുടെ വിഭവത്തിലുള്ള നഷ്ടം കൊണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറ്റവരായ ആളുകളുടെ മരണത്തിലൂടെയൊക്കെ നിങ്ങൾക്ക് പല രൂപത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പരീക്ഷണമാണ്. എന്ന് വെച്ചാൽ ഈ ലോകം എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൻ്റെ ആ പരീക്ഷണങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന പരീക്ഷണമാണത്. ആ പരീക്ഷണത്തിൽ ഞാൻ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല നീതി നടപ്പിലാക്കുന്ന പ്രതിഫലത്തിൻ്റെ ലോകം വരാനുണ്ട്. എന്ന് വെച്ചാൽ നീതിയുടെ ലോകം ഇനി വരാനിരിക്കുന്നതാണ്. അതാണ് പടച്ചോൻ പറയുന്നത്. പടച്ചോൻ പറയുന്നത് നീതിയുടെ ലോകം വരാനിരിക്കുന്നതാണ്. ഈ ലോകം നീതിയുടേതല്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ട് ചോദിക്കണം എന്തെവിടെ നീതി? ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞ ആളെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ ബ്ലെയിം ചെയ്യല്ല. അത് വളരെ നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഫീഡ് ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ ഇമേജ് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് വരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം പറഞ്ഞ ദൈവത്തിന്റെ ഇടപെടൽ അങ്ങനെയല്ല. ദൈവം പറഞ്ഞ ഈ പ്രപഞ്ചത്തിന്റെ രീതി അങ്ങനെയല്ല. പിന്നെ എന്നിട്ട് നമ്മൾ ദൈവം ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ സംഭവിക്കുകയാണ് വേണ്ടത്. അതല്ലേ ഉണ്ടാകുന്നത്. ദൈവം പറഞ്ഞു ഇവിടെ അനീതി ഉണ്ടാവും, നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടലുകൾ ഉണ്ടാവും, നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 തരത്തിൽ ഉത്തരം ലഭിക്കുക, എല്ലാ പ്രാർത്ഥന സ്വീകരിച്ചാൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചാലും സംഭവിക്കുകയല്ല ചെയ്യുക. ഇതൊക്കെ ദൈവം പറഞ്ഞ കാര്യങ്ങളാണ്. അതല്ലേ സംഭവിക്കുന്നേ. ദൈവം പറഞ്ഞ് എന്താണ് സംഭവിക്കാത്തത്? അതൊന്ന് പോക്കെ. ഇനി വിമർശകരായിട്ടുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് പറയും. ദൈവം പറഞ്ഞ് എന്ത് കാര്യമാണ് ഇത്തരത്തിൽ പ്രാർത്ഥനയുടെ വിഷയമാണെങ്കിലും വിധിയുടെ വിഷയമാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ആ തരത്തിലുള്ള വാഗ്ദാനങ്ങളുടെ വിഷയമാണെങ്കിലും എന്താ സംഭവിക്കാത്തത്? ദൈവം എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അപ്പോൾ തന്നെ ഞാൻ അവതരിക്കുന്നു, അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നു, അത്തരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഇടപെടൽ സംഭവിക്കുന്നു? എവിടെയെങ്കിലും അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് അത് സംഭവിക്കാതിരിക്കുന്നെങ്കിൽ ഓക്കെ ഫൈൻ, സെറ്റാണ്, അത് ശരിയാണ്, വിമർശനം വാലിഡാണ്. ദൈവം അങ്ങനെ പറയുന്നില്ല. ദൈവം പറയാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നുമില്ല, ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നുമില്ല. അപ്പോൾ ആ ദൈവം ഉണ്ട് എന്നുള്ളതിനല്ലേ തെളിവായി മാറുന്നത്. അഥവാ റിയാലിറ്റിയോട് ചേർന്ന് പോകുന്നതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പ്രവർത്തനമായി നമ്മളോട് അറിയിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ശരിയാണെന്നതിലേക്കല്ലേ നമുക്ക് തെളിവായിട്ട് വർത്തിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രാർത്ഥന നീതി എന്നുള്ളത് പല രൂപത്തിൽ പല തരത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു തലം ഇവിടെ സൂചിപ്പിച്ചത് മാത്രം. ഇത്തരം വിഷയങ്ങൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ പല തലങ്ങൾ നമ്മൾ മറ്റ് വീഡിയോകളിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നവർ അല്ലെങ്കിൽ പിന്നെ അതിനോട് താല്പര്യമുള്ള ആളുകൾ അതുകൂടി റെഫർ ചെയ്യണം എന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.